ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് 3% കേട്ടോ. ഇത് വാങ്ങുമ്പോൾ 3% തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതെന്തിനാണ് ചെടികൾ ഉപയോഗിക്കുന്നത് നമുക്കറിയണ്ടേ. ചെടികളിൽ കൃഷികളിൽ ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്, കൃഷികളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3% എന്നത് സാന്ദ്രത കുറഞ്ഞതാണ്. ഇതിൻ്റെ 6%, 36% വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അളവുകൾ ഇതിൽ ഈ 3%-ൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അളവുകൾ മണ്ണിൽ ഒഴിക്കേണ്ടതിലും ചെടികൾ സ്പ്രേ ചെയ്യുന്നതിലും രണ്ടളവാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ നമുക്കറിയാലോ. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിയാണ് നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 5 മില്ലി മാത്രം ഒഴിക്കുക. ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇത് പല കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഇത് നമ്മൾ മണ്ണിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ 30 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം അതൊരു കാരണവശാലും ചെടികളിലെ ഇലകളിലോ തണ്ടുകളിലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ അത് ചെടികളെ നശിപ്പിച്ച് കളയും. കാരണം 30 മില്ലിയാണ് 1 ലിറ്റർ നമ്മൾ ഒഴിക്കുന്നത്. പക്ഷെ അത് മണ്ണിൽ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതുകൊണ്ടുള്ള ഉപയോഗത്തെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഇത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എന്നിവയൊക്കെ ചെറുക്കും. അതുകൂടാതെ ചില കീടങ്ങളെയും, അതായത് നമ്മളെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ചെടികൾ ഇലകളെയും തണ്ടുകളെയും ഒക്കെ നശിപ്പിക്കുന്ന ചില കീടങ്ങളെ, എല്ലാ കീടങ്ങളെയും അല്ല, ചില കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് വേരുകളിൽ നമ്മൾ ഇതിൽ ഓക്സിജൻ അതേ അളവിൽ തന്നെ ഓക്സിജൻ ഉള്ളൊരു ഇതാണ്. അപ്പം അതുകൊണ്ട് ഇത് വേരുകളിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം മണ്ണിൻ്റെ ഓക്സിജൻ ലെവൽ ഉയർത്താനും അതുപോലെ വേരുകൾക്ക് നന്നായിട്ട് ഓടാനും വേരുകൾക്ക് ബലം വെക്കാനും അതുകൂടാതെ പോഷകങ്ങൾ വലിച്ചെടുക്കാനും മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനും ചെടിക്ക് ഗ്രോത്ത് കൂടാനൊക്കെ അത് ഉപയോഗിക്കാം. അതുകൂടാതെ വിത്തുകൾ കുറച്ചു നേരം ഇതിലിട്ട് വെച്ചിട്ട് അതെടുത്ത് നടുകയാണെങ്കിൽ, അതെടുത്ത് നടുമ്പോൾ പെട്ടെന്ന് വിത്തുകൾ മുളച്ച് കിട്ടാനും പിന്നെ വിത്തുകളിൽ എന്തെങ്കിലും ഫംഗൽബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു കീടനാശിനിയും അതേപോലെ ഫംഗിസൈഡും ഒക്കെയാണ് കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇത് മണ്ണിൽ ഒഴിക്കുമ്പോഴാണ് തോന്നുന്നത് കൂടുതൽ എനിക്ക് ചെടികൾക്ക് ഗ്രോത്ത് കിട്ടുന്നത്. അത് മാത്രമല്ല, നമുക്ക് വാടി നിൽക്കുന്നൊരു കമ്പൊക്കെ മുറിച്ച് നടുമ്പോൾ അതും അതിൻ്റെ അടിഭാഗം ഇതിലിട്ട് വെച്ചിട്ട് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കാനും വേര് ഓടാനൊക്കെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ.